ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അടിപൊളിയൊരു പാലക് പറാട്ടയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ വെള്ളം നല്ലതാക്കി ചൂടാക്കി അതിലേക്ക് പാലക്കിട്ട് കഴുകി വൃത്തിയാക്കിയ പാലക്കിട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. പാലക്ക് നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇത് എടുത്ത് വെച്ചേക്കുന്ന ഗോതമ്പ് പൊടി, അതായത് നമ്മുടെ ആട്ടയ്ക്കുള്ള മാവിലേക്ക് ഇട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കണം. ഇനി പറാട്ടയ്ക്കുള്ള മസാല ഉണ്ടാക്കാം. ആദ്യം തന്നെ ജീരകവും ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അതിനുശേഷം നല്ല മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി സാമ്പാർ മസാല ഇട്ട് ആവശ്യത്തിന് ആലും ഇട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം മല്ലിയില ഇട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം അടച്ച് മാറ്റി വെക്കുക. ഇനി പറാട്ട ഉണ്ടാക്കി തുടങ്ങാം. ഈ മാവ് എപ്പോഴും കുഴച്ച് വെക്കുമ്പോൾ അരമണിക്കൂർ മുന്നേ കുഴച്ച് വെക്കണം. അപ്പം ഒരു സോഫ്റ്റായിട്ടിരിക്കും പറാട്ട. പിന്നെ നന്നായിട്ട് മാവ് കുഴച്ച് അതിനെ ബോൾ രൂപച്ചിരി നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ വലിയൊരു ബോളിലെടുത്ത് അത് നന്നായിട്ട് പൊടിയിൽ മുക്കി അതിലേക്ക് ഈ ഉരുളൻകിഴങ്ങ് മിക്സ് ഇട്ട് ഒരു സൈഡ് മാത്രം എടുത്ത് വെച്ച് പരത്തിയെടുക്കണം. ആദ്യമൊക്കെ എനിക്കാണെങ്കിലും ആ ഒരു ഫില്ലിങ് കറക്റ്റായിട്ട് വരത്തില്ലായിരുന്നു. പിന്നെ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ശീലമാവും. ഫില്ലിങ് നല്ലതായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് പൊടിയിൽ മുക്കി ഒരു സൈഡ് മാത്രം നമ്മൾ പരത്തിയെടുത്ത് ഇങ്ങനെ പോകണം. ഈ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതാകുമ്പം വയറ്റിൽ ആ ഒരു ഇലയുടെ അംശങ്ങൾ പോവുകയും ചെയ്യും. അപ്പം അത് പാലക് പൊറോട്ട ഉണ്ടാക്കാം, അതുപോലെ ഇത് തന്നെ ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് വെറൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ മോളാണെങ്കിൽ ഇതുപോലെ ഈ ഇല ഐറ്റങ്ങളൊന്നും കഴിക്കത്തില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബീട്രൂട്ട് ഇട്ട് ദോശയും അതുപോലെ ബീട്രൂട്ട് ഇട്ട് പൊറോട്ടയും പാലക് പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എന്നാലല്ല ആ ഒരു പാലക്കൊക്കെ എന്ന് പറയുമ്പം റിച്ച് അയണാണ്. അപ്പം അത്രയും ശരീരത്തിന് നല്ലയുള്ള ഐറ്റമാണ്. നോർത്ത് ഇന്ത്യൻസിൻ്റെ മെയിൻ ഡിഷസാണ് ഈ പാലക് പൊറോട്ടയും മേത്തി, അതായത് നമ്മുടെ ഉലുവയിട്ടും ഒക്കെ പൊറോട്ട ഉണ്ടാക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇതൊക്കെ. ഡിന്നറായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇതിന് എക്സ്ട്രാ ഒരു കറിയോ ഒന്നും വേണ്ട. ദഹിയാണെങ്കിലും അല്ല തൈര് റൈത്ത പോലെ ഉണ്ടാക്കി അല്ലെങ്കിൽ തക്കാളിക്കറിയൊക്കെ ഇതിൻ്റെ കൂടെ നല്ലതായിരിക്കും. കറി ഇല്ലെങ്കിലും കഴിക്കാൻ സൂപ്പറാണ്. ഒരു തരത്തിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷ് തന്നെയാണ് ഈ പൊറാട്ട. അത് പ്രത്യേക ടേസ്റ്റാണ്. ഇതിന് നമ്മൾ നെയ്യ് ഒഴിച്ച് നല്ലതായിട്ട് നെയ്യോ ബട്ടറോ ഒഴിച്ച് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഇത് ഇപ്പം രാവിലെ ഉണ്ടാക്കിയാലും നമുക്കൊരു ഡിന്നറായിട്ട് ഇത് യൂസ് ചെയ്യാൻ പെട്ടെന്ന് പന്നലാവത്തതുമില്ല. ഇപ്പോൾ കുഴച്ച മാവിന് പറാത്ത എല്ലാം പരത്തി കഴിഞ്ഞു. ഇനി തവ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഓരോന്നിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക, അതായത് ഒന്നും പൊട്ടാത്ത രീതിയിലാണ് പരത്തി എടുത്തേക്കുന്നത്. തിരിച്ചിടുമ്പോഴും ആ ഒരു മസാല പുറത്ത് പോകുന്നില്ല. ഇനി നന്നായിട്ട് ബട്ടറോ അല്ലെങ്കിൽ നല്ല നെയ്യോ ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ബട്ടർ ഇടുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ടേസ്റ്റ് നെയ്യ് ഒഴിച്ചുണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പകുതി ബട്ടറും ഇടുന്നുണ്ട്, പകുതി നെയ്യ് ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. ഈ പറാത്ത നോക്കിയാൽ അറിയാം, ഇത് നല്ല ഫുൾക്കയായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് കുഴച്ചത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. നല്ല ഫുൾക്കയായിട്ട് നമുക്ക് പൊങ്ങി വരും. ഇനി ഓരോന്നും ഇങ്ങനെ കുക്ക് ചെയ്ത് എടുക്കാം. ഇതേ പറാട്ടയെല്ലാം നല്ലതായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കോമ്പിനേഷൻ ചെയ്യുന്നത് തക്കാളിക്കറിയാണ്. കറി ഇല്ലാതെയും കഴിക്കാൻ ടേസ്റ്റാണ്. നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം.